ദുബായിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും ഈ സീസണിലെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഇനി ആഴ്ചകളും ദിവസങ്ങളും മാത്രം ബാക്കി നിൽക്കെ സഞ്ചാരികളുടെ ഒഴുക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. എന്തായാലും പല കേന്ദ്രങ്ങളും ഒഫീഷ്യൽ ക്ലോസിംഗ് ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ 29th എഡിഷൻ മെയ് 11 അവസാനിക്കുമെന്ന് ഔദ്യോഗിക പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ഇനിയുള്ള ലിമിറ്റഡ് ദിവസങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്, ഞായർ മുതൽ ബുധൻ വരെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 4 മണി തൊട്ട് പുലർച്ചെ 12 മണി വരെയാണ് ഗ്ലോബൽ വില്ലേജിന്റെ പ്രവർത്തന സമയം. മറ്റ് ദിവസങ്ങളിൽ, അതായത് വ്യാഴം മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 4 മണി തൊട്ട് പുലർച്ചെ 1 മണി വരെയും ഗ്ലോബൽ വില്ലേജ് പ്രവർത്തിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ നാച്ചുറൽ ഫ്ലവർ ഗാർഡനായ മിറാക്കിൾ ഗാർഡൻ ജൂൺ 15 വരെ ഉണ്ടാകുള്ളൂ എന്നുള്ള തരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഒഫീഷ്യലി ഡേറ്റ് അവർ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റുകളിലൊക്കെ ജൂൺ 15 വരെയാണ് അവൈലബിൾ സ്ലോട്ടുകൾ കാണിക്കുന്നത്. വീക്ക് ഡേയ്സിൽ രാവിലെ 9 മണി തൊട്ട് രാത്രി 9 മണി വരെയും വീക്കെൻഡ്സിലും പബ്ലിക് ഹോളിഡേയ്സിലും രാവിലെ 9 തൊട്ട് രാത്രി 11 മണി വരെയും മിറാക്കിൾ ഗാർഡനിലേക്ക് പ്രവേശനമുണ്ട്. ദുബായ് സഫാരി ക്ലോസിംഗിന്റെ ഒഫീഷ്യൽ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ജൂൺ 1 വരെയാണ് അവിടെയും സ്ലോട്ട് കാണിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ് ദുബായ് സഫാരിയിലേക്ക് പ്രവേശനമുള്ളതെന്ന് അറിയാമല്ലോ. വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ എൻട്രി ഉണ്ടായിരിക്കില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. 5 ദിർഹം എൻട്രി ഫീസിൽ വീക്കെൻഡ് വളരെ ഹാപ്പിയായി സ്പെൻഡ് ചെയ്യാൻ നിരവധി ആളുകൾ പോകുന്ന ഒരു സ്ഥലമാണ് ദുബായ് റൈപ്പ് മാർക്കറ്റ്. അതിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുന്നു. ഇനി കൃത്യമായി പറഞ്ഞാൽ 2 വീക്കെൻഡ് കൂടിയേ നമുക്ക് അവിടെ പോകാൻ സാധിക്കുകയുള്ളൂ. മെയ് 10, 11 ആ ഒരു വീക്കെൻഡിൽ ദുബായ് റൈപ്പ് മാർക്കറ്റിന്റെ പ്രവർത്തനം ഈ സീസണിൽ അവസാനിപ്പിക്കും. ദുബായ് മാളും ബുർജ് ഖലീഫയൊക്കെ കാണാൻ പോകുന്ന ആളുകൾ ഏറ്റവും അധികം എൻജോയ് ചെയ്യുന്ന ദുബായ് ഫൗണ്ടൻ ഈ ഏപ്രിൽ 19 അടച്ചതായുള്ള ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരുന്നു. റിനോവേഷൻ വർക്കുകൾക്ക് ശേഷം ഒക്ടോബറിലാണ് ഇനി ദുബായ് ഫൗണ്ടൻ വീണ്ടും പ്രവർത്തിക്കുക. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആസ്വദിക്കുന്ന ദുബായ് ഗാർഡൻ ഗ്ലോയുടെ പ്രവർത്തനം ഇതിനോടകം അവസാനിപ്പിച്ചതായും പ്രഖ്യാപനം വന്നിട്ടുണ്ട്.